സിറിയയിൽ നടക്കുന്നത് എന്താണ്? വേദനാജനകമാണ് അവിടുത്തെ നേർക്കാഴ്ചകൾ. പ്രത്യേകിച്ച് സെയ്ദിനിയ ജയിലിൽ നിന്ന് കൂട്ടത്തോടെ തടവുകാർ മോചിതരായി പോകുന്ന കാഴ്ച. അവർ അധിവസിച്ചിരുന്ന ആ ഭൂപ്രകൃതി, ആ ജയിലറകളുടെ ഇരുട്ട്, അവിടെയുള്ള ടോയ്ലറ്റുകളുടെ ശോചനീയാവസ്ഥ. ഒന്ന് സൂര്യപ്രകാശം കണ്ടിട്ട് പോലും വർഷങ്ങളായി. ശരിക്കു പറഞ്ഞാൽ 13 വർഷം മുമ്പാണ് അറബ് വസന്തം എന്ന പേരിൽ സിറിയയിൽ വിപ്ലവം തുടങ്ങുന്നത്. ബാഷർ അൽ അസദിൻ്റെ ഭരണം ജനദ്രോഹപരമായപ്പോൾ കുടുംബവാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. അത് വിപ്ലവമായി മാറി. ഏറ്റവും ഒടുവിൽ വെറും 12 ദിവസം കൊണ്ട് വിമതസേന ബാഷർ അൽ അസദിനെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യാനുള്ള സാഹചര്യമൊരുക്കി. അസദ് ഇപ്പോൾ റഷ്യയുടെ സംരക്ഷണയിലാണ്. വിമതർ ഈ രാജ്യത്ത് ഇങ്ങനൊരു വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എത്രമാത്രം പിന്തുണയാണ് വിമതർക്ക് നൽകുന്നത്? ഈ താലിബനിലോ അൽഖ്വയ്ദയോ ചെയ്യുന്നത് പോലെയല്ല. സിറിയയിൽ വിമതർ ചെയ്യുന്നത് കുറേ കൂടി പരിഷ്കരിച്ച പതിപ്പാണ്. അതായത് ഇവർ പരമ്പരാഗത രീതിയിലുള്ള ഈ തീവ്രവാദികളുടെ വേഷമല്ല ധരിക്കുന്നത്. നല്ല അച്ചടക്കമുള്ള വേഷവിധാനമായിരിക്കും. എല്ലാവരും സ്യൂട്ട്, അങ്ങനെയുള്ള ഡ്രസ് കോഡ് തന്നെ വ്യത്യസ്തമാണ്. മറ്റ് താലിബൻ നോക്കിയാലോ അൽഖയ്ദ നോക്കിയാലോ അവരുടെ പരമ്പരാഗതമായ മുസ്ലിം വേഷവിധാനങ്ങളാണ്. ഇതങ്ങനെയൊന്നുമല്ല. കുറച്ചുകൂടി മോഡേൺ വേഷവിധാനങ്ങളും അത്യാധുനിക ഭാഷാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ വിമതസേന. വിമതസേനയുടെ നേതാവിനെക്കുറിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വന്നു. അബു മുഹമ്മദ് അൽ ജുലാനിയാണ് അവരുടെ നേതാവ്. ഈ ജുലാനി വളരെ പ്രഗത്ഭനായ ആളാണ്. പിന്നെ ഒരുപാട് സംഘടനകളുമായി, അൽഖയ്ദയുമായും താലിബാനുമായൊക്കെ അടുത്ത് ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിമത നീക്കത്തിന് നേതൃത്വം കൊടുത്തതും അസദിനെ രാജ്യം വിട്ട് ഓടിക്കാൻ പര്യാപ്തമായ രീതിയിൽ വിമത മുന്നേറ്റങ്ങൾ കോർഡിനേറ്റ് ചെയ്തത്. ഈ വിമത മുന്നേറ്റം അവിടെ നടക്കുമ്പോൾ തന്നെ ഇനിയൊരു സർക്കാർ എങ്ങനെ വരും? ഇപ്പോൾ നിലവിലുള്ള പ്രധാനമന്ത്രി മുഹമ്മദ് ജലാലിയുമായും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഫൈസൽ മഹ്മൂദുമായും ഒക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. ജുലാനിയുടെ സംഘം സംസാരിച്ചിട്ടുണ്ട്. ഒരു ഭരണകൂടം അവിടെ വരണം, അതായത് ഈ അസ്ഥിരത പാടില്ല, പുതിയൊരു ഭരണകൂടം, പുതിയൊരു വസന്തം അവിടെ വിടരണം എന്ന് തന്നെയാണ് വിമതസേനയുടെയും ഐഡിയോളജി, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ അത് എത്ര വേഗം സാധ്യമാകുമെന്നറിയില്ല. പ്രത്യേകിച്ച് ഈ ജുലാനിയുടെ ഹയാത്ത് താഹിർ അൽ ഷാം എന്ന സംഘടനയാണ്, അതായത് HTS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറഞ്ഞ സംഘടനയാണ് ഈ നീക്കത്തിന് നേതൃത്വം കൊടുത്തതും കോർഡിനേറ്റ് ചെയ്തതും. പക്ഷേ ധാരാളം വിമത സംഘടനകളുണ്ട് അവിടെ. അതായത് ഈ അസദിനെ എതിർത്തിരുന്ന നിരവധി സംഘടനകൾ ഈ സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു കോർഡിനേറ്റിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു വിമത നീക്കത്തിന് ചുക്കാൻ പിടിച്ചതും ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് സാധ്യമായതും. അപ്പോൾ അവരൊക്കെ തന്നെ ഈ ജുലാനിയുടെ നേതൃത്വത്തെ പലരും അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ജുലാനി ഈ പ്രധാനമന്ത്രിയോടും വൈസ് പ്രസിഡന്റിനോടും ഒക്കെ സംസാരിക്കുമ്പോഴും വേറൊരു നേതാവിനെ നേതൃനിരയെ കൊണ്ടുവരിക എന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ജുലാനിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അവർക്കൊരു ഭീകരതയുടെ മുഖമാണ് ഞങ്ങൾ കൊടുക്കുന്നതെങ്കിലും അവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് US പറഞ്ഞിട്ടുണ്ട്. അതേവസരം ഇംഗ്ലണ്ടിൻ്റെ നിലപാട് കുറേ കൂടി വ്യത്യസ്തമാണ്. കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും മനുഷ്യാവകാശപരമായ കാര്യങ്ങളിലും ഇവർ ഉറച്ചു നിൽക്കുമെങ്കിൽ തീവ്രവാദി സംഘടന അല്ലെങ്കിൽ ഭീകര സംഘടന എന്ന ലിസ്റ്റിൽ നിന്ന് HTSനെ മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ വരുന്നത് ഇതൊരു പൊതുചിത്രമാണ്. പക്ഷേ ഈ ജയിലിലെ അവസ്ഥ അതിഭീകരമാണ്. കഴിഞ്ഞ ദിവസമാണ് വിമതസേന ഈ ജയിലുകൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഏകദേശം 27ഓളം ജയിലുകൾ സിറിയയിൽ അങ്ങിങ്ങായി ഉണ്ട്. ഇതുപോലെ ഭീകരമായ തടവറകൾ അവിടെ ഉണ്ട്. ഇത് ഡമാസ്കസിൽ നിന്ന് വെറും 30 കിലോമീറ്റർ അകലെയാണ് ഈ സെയ്ദിനിയ ജയിൽ. മനുഷ്യൻ്റെ കശാപ്പുശാല എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റെഡ് പ്രിസൺ എന്നും അറിയപ്പെടുന്നു. റെഡ് പ്രിസൺ, ചുവന്ന തടവറ എന്നും വിളിക്കുന്നു. അതുപോലെ മനുഷ്യൻ്റെ കശാപ്പുശാല എന്ന് വിളിക്കുന്നു. ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട്, അതായത് നമ്മുടെ ഭൂനിരപ്പിൽ നിന്ന് താഴേക്ക് ഏകദേശം 3 നിലകളിലായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് പിടിക്കപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ കൊടിയ രാജ്യദ്രോഹ കുറ്റം, നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെ വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തവരോ അങ്ങനെയുള്ള ആളുകളല്ല. മനുഷ്യാവകാശ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, അവരുടെ ഭാര്യ, കുടുംബാംഗങ്ങൾ, കുട്ടികൾ, ഇങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളെയാണ് ഇത്തരം തടവറകളിൽ അസദ് പാർപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് വെളിച്ചം പോലും അന്യമാണ്. ഇവരെ പുറത്ത് കടക്കാൻ അനുവദിക്കില്ല. പട്ടിണിയാണ്, പലപ്പോഴും പട്ടിണിയാണ്. പിന്നെ കൊടിയ നിശബ്ദതയാണ്, ശബ്ദമുണ്ടാക്കിയാൽ പീഡനമാണ്. ഈ ജയിലുകളിൽ ആകെ മുഴങ്ങുന്നത് നിലവിളിയും അതുപോലെ തന്നെ മർദ്ദനമേറ്റുള്ള പിടച്ചിലും കണ്ണീരും അങ്ങനെയുള്ള നിലവിളികൾ മാത്രമാണ് ഇവിടെ കേൾക്കാൻ കഴിയുക. അത്ര ഭീകരമാണ് ഈ ജയിലിലെ അവസ്ഥ. ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ഇൻ്റർനാഷണൽ അന്തർദേശീയ മാധ്യമങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്കറിയാം. നമുക്കത്തരം വീഡിയോകൾ ലഭിക്കുക ഇപ്പോൾ അസാധ്യമാണെങ്കിൽ പോലും അത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം പീഡനമാണ്. ഈ ജയിൽ
സയ്യിദ്നിയ ജയിൽ തുറന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിരവധി ആളുകൾ അങ്ങോട്ട് പാഞ്ഞെത്തി. എന്താണ്, തങ്ങളുടെ പ്രിയപ്പെട്ടവർ മോചിതരാകുമോ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാമല്ലോ. പക്ഷേ പലർക്കും നിരാശയാണ്. ഇറങ്ങി വരുന്നതിൽ കുറച്ചു പേർക്ക് മാത്രമേ ബന്ധുക്കളുമായി കണ്ടുമുട്ടാൻ കഴിയുന്നുള്ളൂ. ബാക്കി ബന്ധുക്കളൊക്കെ നിരാശരാണ്. കാരണം എന്താണ്, പിടിച്ചു കൊണ്ടുപോയ ആളുകൾ എവിടെയാണെന്നറിയില്ല. ഇനിയും അണ്ടർഗ്രൗണ്ടിലെ അറകൾ തുറക്കാൻ ഈ വൈറ്റ് ഹെൽമെറ്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയ്ക്ക് സാധിച്ചിട്ടില്ല. അവരാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത്. ആളുകളെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നത് വൈറ്റ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സംഘടനയാണ്. അവർക്കതിന് സാധിച്ചിട്ടില്ല. കാരണം ഇത് സങ്കീർണമായ പൂട്ടുകൾ കൊണ്ടാണ് ഇത് പൂട്ടിയിരിക്കുന്നത്. ആരും തുറക്കാൻ പാടില്ല എന്ന തരത്തിൽ. അവരതുകൊണ്ട് തന്നെ എന്താണ്, ചുറ്റിക വെച്ച് ചുമരുകൾ തകർക്കുന്നു, അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഭൂഗർഭ അറകൾ തുറന്നു നോക്കുന്നു. അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കുറേ ആളുകളെ പുറത്തെത്തിച്ചത്. ഇനിയും എന്താണ്, നിരവധി ആളുകൾ ഈ ഭൂഗർഭ അറകളിലുണ്ട്. എന്താണ്, അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമം സിറിയയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികൾ, സ്ത്രീകൾ ആലോചിച്ച് നോക്കുക. അവരെയൊക്കെ ഇങ്ങനെ കൊണ്ട് പൂട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? ഇത് യുഗം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലമോ ഹിറ്റ്ലറിൻ്റെ കാലമോ അല്ലല്ലോ. ജനാധിപത്യം അല്ലെങ്കിൽ സോഷ്യലിസമൊക്കെ ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെടുന്ന സമയമല്ല. ഇങ്ങനെയാണ് അവിടെ സിറിയയിൽ അസദ് ആളുകളെ പീഡിപ്പിച്ചിരുന്നത്. കുട്ടികളെയും കൊണ്ട് നിലവിളിച്ചു കൊണ്ടുപോടുന്ന അമ്മമാരുടെ ദൃശ്യങ്ങൾ, അതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ സംഭവിച്ചവർ. കാരണം ഈ അറ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഹമാസ് ഇസ്രായേൽ ബന്ദികളെ പാർപ്പിച്ച ഒരു ഭൂഗർഭ അറ നമ്മൾ കണ്ടല്ലോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. കാരണം അന്ന് അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ശ്വാസം മുട്ടി ചത്തുപോകും. അത്ര ഭീകരമാണ്. അതുപോലെ തന്നെ ഭീകരമാണ് ഈ അറകൾ. പിന്നെ ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ആളുകളുണ്ട്. ആളുകളെ കാണാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ്. പിന്നെ വേറെ യാതൊന്നുമില്ല. സൂര്യ വെളിച്ചം പോലും നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം കൊടിയ പീഡനമാണ് അവിടെ നടക്കുന്നതെന്ന്. എത്രയെങ്കിലും ആളുകൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ ജയിലിനകത്ത് കയറ്റുമ്പോൾ തന്നെ ശ്വാസം മുട്ടി മരിച്ചു പോകാം. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് മരിച്ചു പോകാം. ചികിത്സയില്ല, ഭക്ഷണമില്ല, പൊതു ശൗചാലയങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വെള്ളമില്ല. നമ്മൾ ആ വിഷ്വൽ ദൃശ്യങ്ങൾ കാണുന്നു. കവറിലൊക്കെയാണ് വെള്ളം കെട്ടി. ഇപ്പോൾ നമ്മുടെ 50 പൈസ കവറിനൊക്കെ നമ്മൾ പറയും, അതുപോലെ പോളിത്തീൻ കവറിൽ വെള്ളം കെട്ടി വെച്ചിരിക്കുന്നു. പാത്രങ്ങളില്ല. എങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കും? എങ്ങനെ ഇവർ മലമൂത്ര വിസർജനം ചെയ്യും? എങ്ങനെ ഇവർ കുളിക്കും? ഇതൊക്കെ അതിഭീകരമായ ദൃശ്യങ്ങളാണ് ഈ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ആളുകൾക്ക് അവരിങ്ങനെ സഹോദരങ്ങളെ കണ്ട മാത്രയിൽ സാഹോദര്യം പ്രകടിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയും, വിമതസേന ഭീകരപ്രവർത്തനമല്ല അവിടെ നടത്തുന്നത്. പിന്നെ ഇവർ തുറന്നു വിട്ടത് നമ്മൾ കാശ്മീരിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന തീവ്രവാദികളെ പോലുള്ള തീവ്രവാദികളല്ല. നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ നടക്കുന്ന തീവ്രവാദ ശക്തികളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ശക്തികളല്ല. അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടണമെന്ന് വാദിച്ച, സമാധാനപരമായി വാദിച്ച ആളുകളെയാണ് പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത്. ആ ഒരു ക്രൂരമായ കാഴ്ച. അവരെ മോചിപ്പിക്കുമ്പോൾ ബന്ധുക്കൾ വന്ന് അലറിക്കരയുന്നത്, അവരെ പാർപ്പിച്ചിരുന്ന സാഹചര്യം കാണുമ്പോഴുള്ള സംഭവം. അങ്ങനെ സയ്യിദ്നിയ എന്ന ജയിൽ അവിടെ ആ വിമതസേന വൃത്തിയാക്കുമ്പോൾ, അവിടെയുള്ള അന്തേവാസികളെ തിരിച്ച് അവരുടെ ബന്ധുക്കളുടെ അടുത്ത് എത്തിക്കുമ്പോൾ, ശരിക്കു പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യ വിപ്ലവം തന്നെയാണ് സിറിയയിൽ നടന്നതെന്ന് പറയുന്നതിൽ ആർക്കും ഒരു രാജ്യത്തിനും തെറ്റു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരുടെ നിലപാട് അയവ് വരുത്തുന്നത്. അവരുമായി വിമതരുമായി ജുലാനിയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറയുന്നു. വിമത സംഘടനയ്ക്ക് ഭീകര സംഘടനയുടെ ലിസ്റ്റിൽ നിന്ന് HTSനെ ഒഴിവാക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ ഈ സ്വാതന്ത്ര്യ വിപ്ലവമാണ് സിറിയയിൽ നടന്നത് എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. അതുപോലെ തന്നെ അമേരിക്കയും ഇംഗ്ലണ്ടുമൊക്കെ സിറിയയിലെ വിമതരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അസദിനെ, അതായത് ബഷർ അൽ അസദിനെ റഷ്യ സംരക്ഷണം കൊടുക്കുന്നത് തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. കാരണം റഷ്യ അസദിനൊപ്പം നിൽക്കുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ വിമതർക്കൊപ്പം പിന്നിൽ കൂടുന്നു എന്ന് പറയുന്നത് വേറൊരു ലോകശക്തികളിൽ തന്നെയുള്ള ഒരു ചേരിപ്പോരായും മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട്.